മക്കാവ് പ്രാവ് അതിന്റെ മുകളിൽ ഈ കവറപ്പ് ചെയ്ത് അല്ലേ. ഇനിയിപ്പോ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ചെയ്താലേ സംഭവം സെറ്റ് ആവും. ഞാൻ ഡിസൈൻ എന്തായാലും കാണിച്ചു തരാം. ഹായ് ടാറ്റ്ലോസ്, ഇന്ന് നമുക്ക് ഒരു കവറപ്പാണ് ചെയ്യാറുള്ളത്. കവറപ്പ് ചെയ്യുന്ന എല്ലാ ക്ലയൻറ്റിനുള്ള ഒരു ഡൗട്ടാണ്, എക്സാക്ട്ലി പഴയ ടാറ്റുവിൻ്റെ സെയിം സൈസിൽ ഡിസൈൻ വെച്ച് കവറപ്പ് ചെയ്ത് തരുമെന്ന്. അതൊരിക്കലും പറ്റില്ല. നിങ്ങൾ കവറപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അയാൾ സെലക്ട് ചെയ്യുന്ന സെയിം ഡിസൈന് തന്നെ നിങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. മറ്റേത് അത് ഏച്ച് കൂട്ടിയ പോലെ ഉണ്ടാവും, അത് ഒരിക്കലും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഇന്ന് വന്ന ക്ലയൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് മുന്നേ ചെയ്താണ് ആ റെഡ് കാണുന്ന ടാറ്റു. അത് അലമ്പായിട്ട് കവറപ്പ് ചെയ്തതാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ആ കവറപ്പ് ചെയ്ത്. എലിഫൻറ്റ്, ആ എലിഫൻറ്റ് രണ്ടും അലമ്പായി, രണ്ട് ഡിസൈനും ഒരു ലുക്കും ഇല്ല. അപ്പോൾ ആൾക്ക് തന്നെ റിഗ്രറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ സ്റ്റുഡിയോയിൽ വന്നത്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് വലിയ ഡിസൈനാണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ് പ്രൈസ് നല്ല എമൗണ്ട് വരുന്നുണ്ട്. നല്ല നീറ്റിൽ നല്ല വൃത്തിയായി ഡീറ്റെയിൽ ആയി ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് എന്തായാലും വരും. പിന്നെ എനിക്ക് ഇത്ര വലുതാക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ വേറെ സ്റ്റുഡിയോയിൽ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആൾ കൺവിൻസ് ആയി. ആൾക്ക് മനസ്സിലായപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് അത്ര എമൗണ്ട് ഇല്ല, ഞാൻ എമൗണ്ട് സെറ്റാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഇതേപോലെ കവറപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കവറപ്പ് ചെയ്യാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാത്രം ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്കിന്നാണ് ലൈഫ് ടൈം വേണ്ട സാധനം, അത് റിഗ്രറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നല്ല തിങ്ക് ചെയ്ത് ആലോചിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും നിങ്ങളെ സ്കിന്നും.